നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഹെരോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവൻ. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെരോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവനവരെ ബത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടും കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെരോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിലുള്ള വായനകളെല്ലാം യേശുവിനെ ദൈവവും രാജാവും രക്ഷകനൊക്കെയായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വായനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയ പ്രതീക്ഷ തരുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ അന്വേഷിക്കാനും ദൈവികമായ വഴികളിലൂടെ സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം തന്നെ വഴികാട്ടിയായി ഒരു നക്ഷത്രത്തെ അയക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാനെൻ്റെ കഴിഞ്ഞ പൗരോഹിത്യ ജീവിതം 12 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ പഠനം ഉണ്ടായിരുന്നു. 15 വർഷം ഈ ആലയത്തിൽ ശുശ്രൂഷകൾ ചെയ്തു. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, കൃത്യമായി ദൈവത്തിനോടുള്ള ബന്ധത്തിൽ ഒരന്വേഷണം നമ്മൾ ആരംഭിക്കുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടാനും ഒരു ദൈവാനുഭവത്തിന് വേണ്ടി നമ്മൾ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു എഫേർട്ട് നമ്മൾ എടുത്താൽ നിശ്ചയമായിട്ട് ബാക്കി ദൈവം ചെയ്യും. നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് അവർ ഈ ജെറുസലേമിലുള്ളവരൊന്നുമല്ല. ഒരു ദൂരം കഷ്ടപ്പെട്ട് എത്രമാത്രം യാത്ര ചെയ്ത് കുടുംബം വിട്ട് സ്വദേശം വിട്ട് ഒക്കെയാണ് അവർ വായിച്ചറിഞ്ഞതും പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതുമായ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി നിരന്തരമായ ഒരു അധ്വാനം നടത്തിയിട്ടുണ്ട്, ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് യേശു ജനിക്കുന്ന സമയം വന്നപ്പോൾ അവർ കൃത്യമായിട്ടത് മനസ്സിലാക്കുകയും അത് വേണ്ടി ഒരു അധ്വാനം നടത്തുകയും യാത്ര ചെയ്യുകയും ചെയ്തത്. ആ യാത്രയിലുടനീളം അവരതിനുവേണ്ടി ആഗ്രഹിച്ചപ്പോൾ അവർക്കായി ദൈവം ഒരു നക്ഷത്രത്തെ ഒരുക്കി എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു
ദൈവാന്വേഷണം നമ്മൾ യഥാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യുന്ന ദൈവം തന്നെയാണ്. നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രാരംഭ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിലെത്തുവോളം ദൈവം തന്നെ അവനിലേക്ക് എത്തിക്കാൻ വേണ്ട നക്ഷത്രങ്ങളെ അവൻ നമുക്കായിട്ട് തരും. സാധാരണ നമ്മൾ നക്ഷത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അധികം മൂവ് ചെയ്യില്ല, സ്റ്റില്ലായിട്ട് നിൽക്കുള്ളൂ. ചില പ്രത്യേക നക്ഷത്രങ്ങൾ മാത്രം ഇങ്ങനെ മൂവ് ചെയ്യുകയും താഴെ വീഴുകയുള്ളൂ. ഇത് കൃത്യമായിട്ട് ഇവരോടൊപ്പം സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. കിഴക്കുനിന്ന് ഇങ്ങനെ കൃത്യമായിട്ട് കർത്താവിൻ്റെ ഈശോ ജനിച്ച സ്ഥലത്ത് വരെയും ഈ നക്ഷത്രം അവരെ അനുഗമിച്ചു. എന്നിട്ട് യേശു ജനിച്ച സ്ഥലത്ത് വന്നപ്പോൾ നക്ഷത്രം നിന്നു. യേശുവിൽ എത്തുവോളം ഈ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവന് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് പറയാണ്, അന്വേഷിക്കുകയും ചോദിക്കുകയും മുട്ടുകയും ചെയ്യുന്ന ഒരുവന് എത്രയോ അധികമായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് വഴികാട്ടിയായി യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിൽ വസിക്കാൻ, യേശുവിൽ ജീവിതം തുടരാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ അന്വേഷിക്കുകയും ആഗ്രഹിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരും. സമൃദ്ധമായിട്ട് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തരും. അതുകൊണ്ടാണല്ലോ വചനം പറയുന്ന, അളന്നല്ല ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നത്, ദാഹിക്കുന്നവരിലേക്കാണ് ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നത്. ഒരു ദാഹമുണ്ടെങ്കിൽ, ഒരാഗ്രഹമുണ്ടെങ്കിൽ, നമ്മളൊരു എഫേർട്ട് എടുക്കാൻ, ഒരു അധ്വാനം, ഒരു ആത്മീയ അധ്വാനത്തിന് നമ്മൾ തയ്യാറാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൽ നിറയുന്ന, ദൈവത്താൽ നയിക്കപ്പെടുന്ന, യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെല്ലാവരെയും കൈപിടിച്ച് നടത്തും. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് നിർബന്ധമാണ്. അവർ എഫേർട്ട് ഈ ജ്ഞാനികൾ എടുത്തപ്പോൾ പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവരെ നയിക്കാൻ ദൈവം ഒരു നക്ഷത്രത്തെ നിയോഗിച്ചു. നമ്മുടെയൊക്കെ ജീവിതം നോക്കിക്കേ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടത്താൻ എത്രയോ നക്ഷത്രങ്ങളെ ദൈവം നമുക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഒരു പരിധിവരെ നമ്മുടെ മാതാപിതാക്കളും നക്ഷത്രമാണ്. എല്ലാവരും ആണെന്നല്ല ഞാൻ പറയുന്നത്, അത് എങ്ങനെ ജീവിതം നയിക്കുന്നതിനനുസരിച്ചിരിക്കും. ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന, പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും വഴിയിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. ദൈവിക വഴികളിലൂടെ നടക്കാൻ പ്രേരണ നൽകാത്ത, നിർബന്ധം വയ്ക്കാത്ത, പാപത്തിൻ്റെ വഴികളിലൂടെയോ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെയും നിരീശ്വരത്വത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വഴികളിലൂടെ മക്കൾ പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന മാതാപിതാക്കളും ഈ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ നമ്മുടെ പലരുടെയും ജീവിതം നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കൾ തന്നെ കർത്താവിങ്കിലേക്കുള്ള വഴികാട്ടിയാണ്. നമ്മുടെ അപ്പനോ അമ്മയൊക്കെ നമുക്ക് തന്ന വിശ്വാസവും പ്രാർത്ഥനയൊക്കെയാണ് നമ്മളെയൊക്കെ ഒരു പരിധിവരെ ഇന്നും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലൊക്കെ തുടരാൻ കാരണമായത്. അവർ നമ്മളെ കൈപിടിച്ച് ഈശോയിലേക്ക് നയിച്ചില്ലായിരുന്നെങ്കിൽ, നമുക്ക് അറിവില്ലാത്ത സമയത്ത്, കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമോദീസായിൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി നമ്മളെ മാറ്റി, നമുക്ക് പ്രായപൂർത്തിയായപ്പോൾ, നമ്മുടെ ഏജ് ഓഫ് റീസൺ എത്തിയപ്പോൾ, ചിന്തിക്കാനുള്ള കഴിവെത്തിയപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ അവർ ഒരുക്കി തന്നു. സ്ഥൈര്യ ലേപനത്തിനായിട്ട് ഒരുക്കി. പിന്നീട് പ്രായപൂർത്തിയാകുന്ന സമയത്ത് വിവാഹത്തിന് വേണ്ടി അവർ നമ്മളോട് ആവശ്യപ്പെടുകയും അതിനായി നമ്മൾ ഒരുക്കുകയും ബാക്കി ചെയ്യാവുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ ദൈവത്തോട് ചേർന്നിരിക്കാൻ ഒരു പരിധിവരെ നമ്മുടെ മാതാപിതാക്കൾ ഈ പറയുന്ന പോലെ ബത്ലഹേമിലെ നക്ഷത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ തിരിഞ്ഞു നോക്കിയ നിരവധി ആൾക്കാരുണ്ട്. നമ്മുടെ ആത്മീയ ഗുരുക്കന്മാര്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ സ്നേഹിതര്, സുഹൃത്ത് വലയങ്ങള്, അങ്ങനെ എത്രയോ പേര് നമ്മുടെ ജീവിതത്തിൽ യേശുവിലേക്ക് എത്തിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിരവധി ആൾക്കാരാണ്. നമ്മൾ അവരെ ഓർത്ത് നന്ദി പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മളും ഒരു നക്ഷത്രമായി തീരാനുള്ള വിളിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് തരുന്നത്. എന്നിലൂടെ ഒരുവൻ യേശുവിലേക്ക് എത്തണം. എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എന്നോട് ബന്ധപ്പെടുന്നതിലൂടെ ഒരുവൻ ദൈവത്തെ അറിയണം, ദൈവത്തെ കണ്ടുമുട്ടണം, യേശുവിങ്കിലേക്ക് വരണം. ഇവര് വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ നക്ഷത്രം കണ്ട് വന്നതാണ്. എന്തിനാണ്? രാജാക്കന്മാരുടെ രാജാവ് എവിടെയാണ്? അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവസാനം വരുമ്പോൾ യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അവർ സമർപ്പിക്കുന്ന, ഈ പൂജരാജാക്കന്മാർ സമർപ്പിക്കുന്നത് പൊന്നും കുന്തിരുക്കവും മീറയുമാണ്. ഇതിന് കൃത്യമായ അർത്ഥങ്ങളുണ്ട്.
പൊന്നെന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സമ്മാനമാണ്. അപ്പോ യേശുവിനെ ലോകത്തിന്റെ രാജാവായി അംഗീകരിക്കുകയാണ് ഈ പൂജ രാജാക്കന്മാർ ചെയ്തത്. കുന്തിരുക്കം നമുക്കറിയാം, അൽത്താരയിലൊക്കെ നമ്മൾ കുന്തിരുക്കം ഇട്ട് പോക്കും. ദൈവാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കുന്തിരുക്കം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ദൈവീകതയെ, ദൈവത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുന്തിരുക്കം നൽകിയത്. അതോടൊപ്പം തന്നെ മീറ നൽകും. മീറ ആ കാലഘട്ടത്തിലൊക്കെ സുഗന്ധ തൈലമാണ്. അത് മരിച്ചു കഴിയുമ്പോൾ ബോഡിയിലൊക്കെ തൂക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ഇതിൻ്റെ ഒരു ആത്മീയ അർത്ഥം, യേശു ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി മരിക്കണം എന്നുള്ള ഒരു സൂചന ഈ മീറ നൽകുമ്പോൾ അതിലുണ്ട്. അപ്പൊ ഇവര് കൊടുത്തതിൻ്റെ ഒക്കെ പിന്നിൽ യേശുവിൻ്റെ ദൈവീകതയെയും യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട രക്ഷാകര പദ്ധതിയൊക്കെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഇനി ഹെരോദോസ് രാജാവ് പറഞ്ഞു, അതെ പോയിട്ട് തിരിച്ചു വരണം, ബത്ലഹേമിലെ രാജാവ് കൃത്യമായിട്ട് എവിടെയാണ് ജനിച്ചതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാവൂ എന്ന് പറഞ്ഞു രഹസ്യമായിട്ട്. എന്തിനാ? യേശുവിനെ ആരാധിക്കാനല്ല, ഇവർ വന്നത് യേശുവിനെ ആരാധിക്കാനാണ്. പക്ഷേ ഹെരോദോസിന്റെ ചിന്ത അതല്ലായിരുന്നു. എങ്ങനെയെങ്കിലും തൻ്റെ അസ്തിത്വത്തിന് അസ്വസ്ഥത വന്നു, മറ്റൊരു രാജാവ് ഉദയം ചെയ്യുന്നു, തൻ്റെ രാജ്യത്വം എന്താവും? അസൂയയും ഭയവും ഉള്ളി വന്നപ്പോൾ എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കണമെന്നുള്ള ചിന്തയാണ് ഹെരോദോസിനെ പ്രേരിപ്പിച്ചത്. എന്നിട്ട് ഹെരോദോസ് പറഞ്ഞതനുസരിച്ച് അവർ പോയി. അവസാനം യേശുവിനെ കണ്ട് തിരിച്ചു പോരുന്ന സമയത്ത് സ്വപ്നത്തിൽ അവർക്ക് ഒരു സന്ദേശം കിട്ടി, നിങ്ങൾ തിരിച്ച് വന്ന വഴിയെ പോകരുത് എന്ന്. അവർ വേറെ വഴിയെ സ്വദേശത്തേക്ക് പോയി. ഇതിൻ്റെ ഒരു ആത്മീയ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, യേശുവിനെ കണ്ടുമുട്ടി ഒരാൾ ജീവിതത്തിൽ നിരന്തരമായ അന്വേഷണത്തിലൂടെയും ആഗ്രഹത്തിലൂടെയും പ്രയത്നത്തിലൂടെയും ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നാൽ അവൻ പിന്നെ ഒരിക്കലും തൻ്റെ പഴയ പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കില്ല. അവൻ ആ വഴിയിലൂടെ തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അവൻ ഇന്നലെ കൊണ്ട് അതേ വഴികളിലൂടെ പിന്നെ ജീവിക്കാൻ പറ്റില്ല. ദൈവനിഷേധത്തിലും പാപത്തിലും അശുദ്ധിയിലൊന്നും ഒരു ദൈവ പൈതൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല. ദൈവത്തെ കണ്ടുമുട്ടേണ്ടതുപോലെ ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ അവൻ പിന്നെ യേശുവിൻ്റെ വഴിയിലൂടെ ആയിരിക്കും പോകുക, പിന്നെ വന്ന വഴിയിലൂടെ ആയിരിക്കില്ല പോവുക എന്നുള്ളതാണ് സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധിയായ ജീവിതങ്ങൾ ഇതുപോലെ നക്ഷത്രങ്ങളായി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നക്ഷത്രമാകാനുള്ളൊരു വിളി കൂടി സ്വർഗം നമുക്ക് തരികയാണ്. നമ്മളിലൂടെ അനേകർ യേശുവിലേക്ക് എത്താൻ, അവൻ്റെ സ്നേഹത്തിലേക്ക് എത്താൻ, അവൻ്റെ രക്ഷാകര പദ്ധതിയിൽ വിശ്വസിക്കാനും അങ്ങനെ ദൈവമകളെന്ന പദവിക്കനുസരിച്ച് ജീവിതം പൂർത്തിയാക്കാനും പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മെ സഹായിച്ചതുപോലെ നമ്മിലൂടെ അനേകർ ഈ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിതം പൂർത്തീകരിക്കാനും അങ്ങനെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വിളിയാണ് ഇന്നത്തെ വായനകളിലൂടെ കർത്താവ് നമുക്ക് തരുന്നത്. ഈ വചനത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ബലിയിലൂടെ നമ്മെ ഇന്നോളം കർത്താവിൻ്റെ സ്നേഹത്തിൽ കൈപിടിച്ച് നടത്തിയവരെ നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതവും അനേകർക്ക് ആത്മീയ പ്രചോദനമായി തീരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.